എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ GK ആണ്. അതായത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ GK പാർട്ടാണ് നമ്മൾ നോക്കണം. GKയും സയൻസും പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 3 മാത്രമാണ് അതിൽ ബന്ധമില്ലാത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമന്റുമാണ് എനിക്കുള്ള ഊർജ്ജം. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ആൻസർ ഡി, ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ബി, അരുണ അസഫ് അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ആൻസർ സി, സൂര്യ സെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്തുവാൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ആൻസർ ഡി ആണ്. എല്ലാം ബന്ധപ്പെട്ടത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ആൻസർ എങ്ങനെയാണ് വരിക? ആദ്യം കുണ്ടറ വിളംബരമാണ് വരിക. പിന്നെ എന്ത് വരും? പിന്നെ വരുന്നത് മലയാളി മെമ്മോറിയൽ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകന്മാര് തന്നിട്ടുണ്ട്, സംഘടനകളും തന്നിട്ടുണ്ട്. അയ്യങ്കാളി ഏതുമായിട്ടാണ് യോജിക്കുക? അയ്യങ്കാളി ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അത് ഏതുമായിട്ടാണ് യോജിക്കുക? അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നെക്സ്റ്റ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ആൻസർ ബി, വേദാധികാര നിരൂപണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. TK മാധവൻ നേതൃത്വം നൽകി. AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ആൻസർ ബി ആണ്. 1, 2, 4 ആണ് ശരിയായത്. 1, 2, 4. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. പിന്നെ TK മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ സി, 1950 ജനുവരി 26. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ബി, 86 ഭേദഗതി 2002. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ സി, ഭാഗം 4A.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? സ്വത്താവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ആൻസർ എ, ബ്രിട്ടൻ. അപ്പൊ നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ കൂടുതൽ മാർക്ക് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അതായത് നവംബർ 2024 മുതൽ അവർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സഞ്ജീവ് ഖന്ന എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ട ആൻസർ. ഇപ്പോഴത്തെ ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഉള്ളത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആയിരുന്നു. അപ്പൊ അതാണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നുള്ളതാണ് ഇപ്പൊ പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ബി ആണ്, ഓം ബിർള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിരുന്ന മലയാളി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഏതാണ് വരിക? ആൻസർ എയും സിയും ആണ് വരിക. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. പിന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും VP മേനോനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ആൻസർ എ, ഗോവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരെ? ആൻസർ ബി, വിക്രം സാരാഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ആൻസർ സി, റഷ്യ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഡി, സുസ്ഥിര വികസനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ഇവയൊക്കെ സഞ്ജയ നൽകുന്ന സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമ ലംഘനം തടയുവാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? ആൻസർ ബി, സേഫ് കേരള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? കാവേരി, കൃഷ്ണ, നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി, കൃഷ്ണ. ഇതിൽ ഏതൊക്കെയാണ് എവിടേക്ക് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ആൻസർ ബി ആണ്, നർമ്മദയും താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആൻസർ എ ഡോക്ടർ പി വീരമുത്തുമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ആൻസർ സി നീർവാഴ്ചയുള്ള മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ബി ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ആൻസർ ഡി ഫെർട്ടിഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. ആൻസർ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നീള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്. ഇതില് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. ആൻസർ ബി ജീവിതം ഒരു പെൻഡുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായി ആചരിക്കുന്നു? ആൻസർ എ ചെറുധാന്യ വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരംപുഴ, പെരുഞ്ചാം കുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. ആൻസർ സി ആണ് 1, 2, 4 ആണ്. മുതിരംപുഴ, പെരുഞ്ചാം കുട്ടിയാർ, കട്ടപ്പനയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതം തന്നിട്ടുണ്ട്, ജില്ലയും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? ഏതൊക്കെയാണ് നോക്കി നോക്കൂ. നെയ്യാറ് ഏതുമായിട്ടാണ്? തിരുവനന്തപുരത്തിലാണ് അല്ലെ? ചെന്തുരുണി എവിടെയാണ്? ചെന്തുരുണി കൊല്ലമാണ് അല്ലെ? കൊല്ലമാണ്. പിന്നെ എന്താണ്? കരിമ്പുഴ എവിടെയാണ്? മലപ്പുറമാണ്. പിന്നെ കൊട്ടിയൂർ കണ്ണൂരാണ്. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് യോജിപ്പിക്കേണ്ടത്. അപ്പൊ എ എന്നുള്ള ആൻസർ ആണ് നമുക്ക് വരാം, ഓപ്ഷൻ ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ആൻസർ സി mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻസർ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ആൻസർ എ പോത്തുകൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. ആൻസർ ബി വേമ്പനാട്ടുകായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പള്ളിവാസൽ, ചെങ്കുളം, പെരിങ്ങൽകുത്ത്, പന്നിയാർ, ശബരിഗിരി, ഷോളയാർ, കല്ലട, മണിയാർ. ആൻസർ എ ആണ്, അതായത് പള്ളിവാസൽ, ചെങ്കുളം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്, സഹ്യപർവ്വത നിരയുടെ ഭാഗം, റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. ആൻസർ സി ആണ്, ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിദ്യാലയങ്ങളെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ആൻസർ സി, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ എഴുതിയവരിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ എന്താണ്? സുന്ദർബൻ ഡെൽറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏതു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി, കാലാവസ്ഥാ വ്യതിയാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ആൻസർ എ, 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ആൻസർ ഡി, തിരൂർ, ബേപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ആൻസർ ബി, കോമൺവെൽത്ത് രാജ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി, നൈട്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ആൻസർ എ, സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ സി, ജീവകം ഡി, കണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ, നെല്ല്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. ആൻസർ ഡി, പറമ്പിക്കുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും ഏകോപിപ്പിക്കുവാനും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. ആൻസർ എ ആണ്. 1, 2, 3 ശരിയാണ്. ഇത് 4 മാത്രമാണ് തെറ്റുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ആൻസർ സി, കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദപരമായി കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി, ഉറമ്പുപൊടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ്. ആൻസർ എ, എയറോപോണിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, നോക്കി പഠിക്കണം. പ്രകീർണനം. നെക്സ്റ്റ്, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവന പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഘടകമാണ് പ്രോട്ടോൺ. ഇതില് ശരിയായത് ഏതൊക്കെയാണ്? 1, 3 ആണ് ശരി അല്ലെ. ഇലക്ട്രോണുകൾ എവിടെയാ കാണപ്പെടുക? ആറ്റത്തിന് ചുറ്റും കാണപ്പെടുന്നു എന്നാണ്. ന്യൂക്ലിയസിലല്ല കാണപ്പെടുക. ന്യൂക്ലിയസിൽ ഏതൊക്കെയാ കാണപ്പെടുക? ന്യൂട്രോണും പ്രോട്ടോണും ആണ് ന്യൂക്ലിയസിൽ കാണപ്പെടുക. ഇലക്ട്രോണുകൾ അതിനു ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്?
ആൻസർ എ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പിന്റെ അയിരേത്? ആൻസർ ഡി, ഹേമറ്റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം. ആൻസർ സി, ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ്. ഗതികോർജം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഊർജമാണ് ഗതികോർജം. അതായത് ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗതികോർജം. സ്ഥിതികോർജം നമ്മള് വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ ഒരു ചലനവും ഇല്ലാതെ വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്ഥിതികോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ആൻസർ സി, ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം? ആൻസർ ബി, സ്പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? ആൻസർ ബി, ഹൃദയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ എ, എയ്ഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന അവസ്ഥ? ആൻസർ ഡി, എംഫസീമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി? ആൻസർ ബി, എൽസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഡി, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ആൻസർ സി, അമിനോ ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി? ആൻസർ ബി, ഫംഗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ആൻസർ എ, ഇൻസുലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി? ആൻസർ സി, ആരോഗ്യ കിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഡി, കക്കോടി, കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ? ആൻസർ ബി, ഡോക്ടർ MS സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ആൻസർ ഡി, പെരികാർഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ആൻസർ സി, BCG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ എ, തിരുവനന്തപുരം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മാത്സ് പാർട്ട് നമ്മൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ളതിൽ വർക്ക് ഔട്ട് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.